ന്യൂസ് ഓൺ റിപ്പോർട്ടർ. തിരുവനന്തപുരം SITയിൽ പ്രസവശേഷം യുവതി മരിച്ചതിൽ ആരോപണവുമായി കുടുംബം. കരിക്കകം സ്വദേശി ശിവപ്രിയ മരിച്ചത് ചികിത്സാപ്പിഴവ് മൂലമാണെന്നാണ് ആരോപണം. പ്രസവശേഷം ശിവപ്രിയ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയിരുന്നു. 3 ദിവസം കഴിഞ്ഞ് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് SITയിൽ വീണ്ടും അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടി മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രതികരണത്തിലേക്ക് ആദ്യം. ഇവിടെ കൊണ്ടുവന്ന് മൾട്ടി സ്പെഷ്യാലിറ്റി കൊണ്ടുവന്നപ്പോൾ നമ്മൾ കൾച്ചറിന് കൊടുത്തപ്പോൾ അസിനറ്റോ ബാക്ടർ എന്ന് പറഞ്ഞൊരു ഇൻഫെക്ഷനാണ് വന്നിരിക്കുന്നത്. അതായത് ഇത് ഹോസ്പിറ്റൽ മുഖേന മാത്രം ഉണ്ടാകുന്ന ഇൻഫെക്ഷനാണ്. ഇല്ലായ്മ കൊണ്ട് അത് ഗ്ലൗസ് ഇത് സർജിക്കൽ ബ്ലേഡൊന്നും ആൽക്കഹോളിക് അല്ലാതെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ്. പിന്നെ ഓരോ ദിവസം കഴിയും തോറും ആദ്യം ഇവിടെ വന്നപ്പം സംസാരിച്ചുകൊണ്ടിരുന്നു. 25-ാം തീയതിക്ക് ശേഷം ഇവിടെ കൊണ്ടുവരും. ആദ്യം സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ ക്രമേണ വെന്റിലേറ്ററായി. മെനഞ്ഞാന്ന് വെന്റിലേറ്ററിൽ കിടന്നുകൊണ്ട് കണ്ണ് തുറന്ന് സംസാരിച്ചു. ഇന്നലെ ഒരു ട്യൂബ് ഇതുവഴി ആക്കിയ ശേഷം ഇതുവരെ കണ്ണു പറഞ്ഞിട്ടില്ല. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ SIT ആശുപത്രി അധികൃതർ ഇതിനോട് എന്താണ് പ്രതികരിക്കുന്നത്? എങ്ങനെ ഈ മരണം സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്? സ്മൃതി, ഈ കഴിഞ്ഞ മാസം 22-ാം തീയതിയാണ് ഈ കരിക്കകം സ്വദേശി മനുവിൻ്റെ ഭാര്യ ശിവപ്രിയ തിരുവനന്തപുരം SITയിൽ അഡ്മിറ്റ് ആകുന്നത്. ഇത് ശിവപ്രിയയുടെ 2ാമത്തെ പ്രസവമായിരുന്നു എന്നുള്ളതാണ് ഭർത്താവിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നേരത്തെ ആദ്യത്തെ പ്രസവം നടന്നത് തിരുവനന്തപുരം ഫോർട്ട് താലൂക്ക് ആശുപത്രിയിലായിരുന്നു. ഈ കഴിഞ്ഞ 35 മാസത്തെയും ചികിത്സയും നിലവിൽ ഈ ഫോർട്ട് താലൂക്ക് ആശുപത്രിയിലായിരുന്നു. അങ്ങനെ ഫോർട്ട് താലൂക്ക് ആശുപത്രിയിൽ പരിശോധന നടന്നു വരുമ്പോഴാണ് ഈ കുഞ്ഞിന് അനക്കമില്ല എന്നുള്ള വിവരം കുടുംബം അറിയുന്നത്. അതിന് പിന്നാലെയായിരുന്നു തിരുവനന്തപുരം SITയിൽ ചികിത്സയ്ക്കായിട്ട് എത്തിച്ചത്. ഇതിനുശേഷം സുഖപ്രസവമായിരുന്നു എന്നുള്ളതാണ് കുടുംബം ഉന്നയിക്കുന്നത്. പക്ഷേ ഈ പ്രസവത്തിന് ശേഷം ഡിസ്ചാർജ് ചെയ്ത ശിവപ്രിയ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയതിനു ശേഷം 3 ദിവസം കഴിയുമ്പോഴാണ് ശിവപ്രിയയ്ക്ക് പനി അനുഭവപ്പെട്ടതിന് പിന്നാലെയാണ് വീണ്ടും കുടുംബം തിരുവനന്തപുരം SITയിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. അഡ്മിറ്റ് ചെയ്തപ്പോൾ ഡോക്ടർമാർ ഈ കുടുംബത്തെ കുറ്റപ്പെടുന്ന രീതിയിലുള്ള സമീപനമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായെന്നുള്ളതാണ്. കാരണം ശിവപ്രിയയ്ക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ പ്രസവത്തിന് ശേഷം ഒരു സ്റ്റിച്ച് ഇട്ടിരുന്നത്, ആ സ്റ്റിച്ച് പൊട്ടിപ്പോയിരുന്നു. അത് വീട്ടിലെത്തിയതിനു ശേഷമാണ് പൊട്ടിപ്പോയെന്നുള്ളതാണ് ഭർത്താവ് മനു ഞങ്ങളോട് പങ്കുവച്ചത്. അപ്പോൾ അതിൽ നിലവിൽ ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം ഈ പ്രസവത്തിന് ശേഷം ഇട്ട സ്റ്റിച്ച് അത് കൃത്യമായിട്ട് ആ സ്റ്റിച്ച് ഇട്ടിരുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ ആശുപത്രിയിൽ വെച്ചൊരു ബാക്ടീരിയ ഈ ശിവപ്രിയയ്ക്ക് ഉണ്ടായി, അത് ആശുപത്രിയിൽ നിന്നാണ് ബാധിച്ചതെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ കഴിഞ്ഞ ഇത്രയും ദിവസം ഇവിടെ ചികിത്സയിലായിരുന്നു. ഇന്നിപ്പോൾ 2 ദിവസത്തിന് മുൻപാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് ശിവപ്രിയയെ മാറ്റുന്നതും. നിലവിൽ ഇന്ന് രാവിലെ ഒരു ബ്ലോക്ക് അനുഭവപ്പെട്ടതിന് പിന്നാലെയായിരുന്നു മരണം. എന്തായാലും കരിക്കകത്ത് നിന്നും നാട്ടുകാരടക്കമുള്ളവർ വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. കാരണം ഇതിലെന്താണ് സംഭവിച്ചതെന്ന് മെഡിക്കൽ കോളേജിലെയും അതുപോലെ തന്നെ SITയിലെയും ഡോക്ടർമാർ വളരെ കൃത്യമായിരുന്ന കാര്യങ്ങൾ പറയണം. നിലവിൽ കഴിഞ്ഞ 3 ദിവസമായി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. അതിനു മുൻപ് SITയിലായിരുന്നു ചികിത്സ. അതുകൊണ്ട് തന്നെ SITയിലെ ഡോക്ടർമാർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ കുടുംബം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. അതിൽ കുടുംബം ഉറച്ചു നിൽക്കുകയാണ്. നിലവിൽ മൃതദേഹം വാങ്ങാൻ പോലും തയ്യാറാകാതെയാണ് ഇവിടെ നാട്ടുകാരടക്കമുള്ളവർ നിലവിൽ നിൽക്കുന്നത്. ചേട്ടാ, ഈ സംഭവം എപ്പോഴാണ് അറിയുന്നത്? ഇന്ന് രാവിലെ ഒരു 11:30 മണിയായപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ തന്നെ ഇവിടെ വന്ന് അപ്പോൾ ഞാനും എത്താൻ താമസിച്ചു. അപ്പോൾ നമ്മുടെ ഈ കുട്ടി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ആളും കുട്ടിയുടെ ഹസ്ബൻഡും കൂടെ ഡോക്ടേഴ്സിനെ കണ്ടു. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ അവരുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഞങ്ങൾ 100 കണക്കിന് ജീവൻ രക്ഷിക്കുന്നതാണ്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പിഴവ് സംഭവിച്ചത് ക്ഷമിക്കണം എന്നുള്ള പോയിന്റാണ് അവർ പിഴവ് സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്, സമ്മതിക്കുന്നുണ്ട്. അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. പിഴവ് സംഭവിച്ചു. SITയിലെ ഡോക്ടർമാരാണോ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാണോ? SITയിലെ ഹോസ്പിറ്റലിൽ നിന്നും ഉണ്ടായ പ്രശ്നങ്ങൾ കാരണം പിഴവ് സംഭവിച്ചതാണ് എന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. ഇവിടെ ഉള്ളവർ പറയുന്നുണ്ട്, മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറയുന്നുണ്ട്. അങ്ങനെയാണ്. ഇവിടെ നിന്നാണ് ഈ ബാക്ടീരിയ ബാധിച്ചു എന്ന് തന്നെയാണോ ഡോക്ടർമാർ സമ്മതിക്കുന്നത്? SIT ഹോസ്പിറ്റലിൽ നിന്നാണ് ഇൻഫെക്ഷൻ ഉണ്ടായത്. അങ്ങനെയാണ് SITയിലേക്ക് നിൽക്കാത്തത് കൊണ്ടായിരിക്കും മൾട്ടി സ്പെഷ്യാലിറ്റിയിലേക്ക് മാറ്റിയതെന്ന് തോന്നുന്നു. നിലവിലിപ്പോൾ മൃതദേഹം ഏറ്റുവാങ്ങുന്നില്ല നിങ്ങൾ? ഏറ്റുവാങ്ങുന്നില്ല. നമ്മൾ ആവശ്യപ്പെടുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്യണം. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൻ്റെ മരണകാരണം കണ്ടെത്തണം. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ആരൊക്കെ ആണെങ്കിലും അവർക്ക് എതിരെ നിയമ നടപടി ഉണ്ടാവണം. അതുപോലെ സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കണം. ഒരു ജീവൻ്റെ വില എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ, അതും ചെറിയ പ്രായമാണ്, 26 വയസ്സേ പ്രായമുള്ള കുട്ടിക്ക്, നല്ല പഠിച്ചുകൊണ്ടൊരു PSC ടെസ്റ്റൊക്കെ എഴുതാൻ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരുന്ന കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അനാസ്ഥയിലൂടെ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് സർക്കാർ ഉത്തരവാദിയാണ്. സർക്കാർ അതിന് വേണ്ടുന്ന നഷ്ടപരിഹാരം നൽകണം, സർക്കാർ മറുപടി പറയണം. അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. വളരെ വ്യക്തമാണ്. SITയിലെ ഡോക്ടർമാർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഇപ്പോൾ ഈ മരണത്തിന് ശേഷം. ശരി അരുൺ, ഏതായാലും ആശുപത്രി അധികൃതരോട് പ്രതികരണം ആരായുക. ഇപ്പോൾ
ഈ കുട്ടിയുടെ ബന്ധുക്കൾക്കൊപ്പം പെൺകുട്ടിയുടെ ബന്ധുക്കൾക്കൊപ്പം എത്തിയവരാണ് ഇപ്പോൾ ഇങ്ങനൊരു പ്രതികരണം നടത്തിയത്. ആശുപത്രിയിൽ പിഴവ് സമ്മതിച്ചു എന്നാണ് പറയുന്നത്.